എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് നമ്മുടെ ശരണ്യ എനിക്ക് ചായ കുടിക്ക് ഒരു പലഹാരം ഇണക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർത്തും ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ രാഗിപ്പൊടിയും കൊണ്ടുള്ള അട ഉണ്ടാക്കാൻ പോവാ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ വരെ ഉണ്ടാക്കിയിട്ടുമില്ല. റാഗിപ്പൊടി നല്ലതാണെന്നൊക്കെ പറയണം. അപ്പൊ ഒരു പണി ചെയ്ത് നമുക്ക് അടയുണ്ടാക്കാം. അടയെന്ന് പറയുമ്പോ സാധാ ഇങ്ങനെ എടുത്ത അടയല്ല, ഈ എന്താ അട, മൂലട, സമൂസ പോലെ ഇരിക്കുന്ന ഒരു അട. അപ്പൊ അത് ഞാൻ മൂലടയൊക്കെ ഉള്ള റെഡിയാക്കിയൊക്കെ തന്നോളാം. ഞാനപ്പോ ഉണ്ടാക്കാം, ചെയ്യാം. കൂട്ടുകാരെ, അപ്പൊ ചന്നി പറയാൻ അടുക്കളോട്ട് പോകാം. അതെ, പിന്നെ ഞാൻ പറയാൻ വന്നത്, കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. കാരണം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. കാരണം കമൻറ്റ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ തരുന്ന ആ സ്നേഹത്തിനൊക്കെ. എല്ലാവർക്കും കമൻറ്റ് ഇടാനൊന്നും സാധിക്കത്തില്ല. ഇപ്പം TV കാണുന്നവർക്കൊന്നും കമൻറ്റ് ഇടാൻ പറ്റത്തില്ല. എന്നാലും അതെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞതിൽ ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. അപ്പൊ നമുക്ക് അടുക്കളയിലായിട്ട് പോയേക്കാം. ആദ്യമായി മുമ്പ് നമുക്ക് പോയി അതിനുള്ള വാഴയില. എന്നാ നമുക്ക് അടുക്കളയിൽ പോകുമ്പോ ആദ്യം പോയി വാഴയില എടുത്തണ്ട അടുക്കളയിലായിട്ട്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്നാ പോയേക്കാം. അങ്ങനെ അതെ, അടയൊന്നും ആയില്ല. അതൊക്കെ മുമ്പേ അമ്മയും അച്ഛനെന്തേ കാപ്പിയൊക്കെ കുടിച്ചു തുടങ്ങിയല്ലേ? അല്ലേ, ഇല എടുക്കാൻ പോണെന്ന് പറഞ്ഞു അകത്ത് വന്നിരുന്ന ശരണ്യ. പിച്ചാത്തി എടുത്തോണ്ട് വന്നിരുന്നല്ലേ? അച്ഛാ, റാഗിപ്പൊടി ഉണ്ട്. അപ്പൊ ആ റാഗിപ്പൊടി കൊണ്ട് ഒരു അട ഇണക്കാം. മൂലട ഇല്ലേ, വത്സന എന്നൊക്കെ പറയും, ആ സാധനം ഇണക്കാം. അപ്പൊ ഇല എടുക്കണം. നമുക്ക് കുറച്ച് മതി. അപ്പൊ അത് അമ്മ നല്ല അടിപൊളി നൈറ്റിയൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കളറാണ്, കളർഫുള്ളാണ്. കെട്ടൻ കാപ്പി. കൂട്ടുകാരെ, നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എവിടം വരെ ഉണ്ട്? അച്ഛന്റെ കൈയിരിക്കണത് കണ്ട, ചൂട് കൂടിയിട്ട് വരണ്ടിയും കൊണ്ടാണ്. ഒന്നിങ്ങോട്ട് കാണിച്ചേ ക്യാമറ കണ്ട. അമ്മയുടെ ആയുധാണ് കേട്ടോ, അങ്ങനെ തന്നെ പറയാം. ഒത്തിരി ഇരിപ്പുണ്ട്. അടുത്തത് കണ്ട, ഭാര്യക്കും ഭർത്താവിനും ഓരോന്ന്. പക്ഷെ നമ്മളൊന്നും ഉപയോഗിക്കത്തില്ല അല്ലേ ശരണ്യ? ഞാനൊരു പ്രാവശ്യം ഇതുകൊണ്ട് ഒരു പ്രാവശ്യം മാന്തിയപ്പോ പിന്നെയും തോന്നിക്കുന്നു. അപ്പൊ അത് കാരണം നമ്മൾ നിർത്തിക്കളഞ്ഞു. എല്ലാവർക്കും ചൂടിന്റെ പൗഡർ ഇച്ചിരി ഇടിയാണെങ്കിൽ മുഴുവൻ എന്തും പോലെയുള്ള ചൂടിനുള്ള എന്തെങ്കിലും എളുപ്പ വഴിയല്ലേ? പിന്നെ എനിക്കൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. അല്ല, അമ്മ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാ മതി. എന്താണ് ഞാൻ പറഞ്ഞ? അതിന് നമുക്ക് ഒരു മറ്റേ വലിയ ജാറ് മേടിച്ചു വെക്കാം. അതെങ്ങനെയുണ്ട്? മറ്റേ ഇതില്ലേ, വലിയ ജാറ് മേടിക്കാം. അല്ലേ ശരണ്യ, വർത്താനം പറഞ്ഞു വെക്കാതെ നമുക്ക് പോയി ഇല എടുക്കണ്ടേ? അച്ഛനാണ് എടുക്കാന്ന് പറഞ്ഞത്. എന്തൊക്കെ പേരാണ് വിളിക്കണം. സരസമ്മയുടെ പേര് എന്നാണ് അമ്മ വിളിച്ചത്. ഇതൊക്കെയാണ് ഇവിടത്തെ തമാശകൾ. അപ്പൊ അതെ, രണ്ടുപേരും കൂടി പോകുന്നു. ദാക്ഷായണിയമ്മയും കാർത്തിയായനിയമ്മയും കൊള്ളാം. അതെ, നമ്മുടെ അച്ഛനും എത്തിയിട്ടുണ്ട്. പോരെ അച്ഛാ?
അച്ഛൻ തന്നെ വന്ന് വെട്ടച്ച. കൂട്ടുകാരെ ഇവര് വാഴയില വെട്ടണ നേരത്ത് കണ്ട അതെ നമ്മൾ കിളികൾക്കും എല്ലാത്തിനും ഇച്ചിരി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഉപയോഗിക്കാത്തൊരു പാത്രമാണ്, അതിൽ വെള്ളം അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ചൂട് സമയമൊക്കെ അല്ലേ, പിച്ചാത്തിയൊക്കെ തേച്ചൊക്കെയാണ്. അത് മതിയാന്ന് ശരണ്യ, മതിയാ? അത് മതി. ആ ശരണ്യ എന്തോ കാണിക്കാൻ വിളിക്കുന്നുണ്ട്. എന്നാണ് ഇതിന് കുറെ പൂ വന്നതല്ലാതെ മാതളം ഉണ്ടായി കാണും. അതെ അതെ അച്ഛൻ്റെ പിന്നെ അതിനേലും ഇച്ചിവിടെ നീളമുള്ള ഇല നോക്കി വെട്ടിയെടുക്കുന്നുണ്ട് അല്ലേ. അച്ഛനെ ഏൽപ്പിച്ചേച്ചും അമ്മയും മകളും കൂടി പോയാ. ഇതെന്നാണ് കപ്പര പറിക്കാൻ പോണ? കണ്ടാ ഇന്ന് എന്ത് പറ്റി ശരണ്യക്ക്? പതിവിൽ കൂടുതൽ സന്തോഷം ഇല്ലേ? ഇല നമുക്ക് പോയി ഇണക്കാം. ഇലയൊക്കെ കിട്ടി, ഇല കിട്ടി. ഇത് ഇടി കൊടുക്കാൻ തുടങ്ങി. ആ പോയി ഓഫാക്കിയേക്കാം. അപ്പൊ അങ്ങനെ ഇല കഴുകിയ ഇലയൊക്കെ കഴുകി നല്ല ഇതാക്കിയല്ലേ. ഇതാണ് നമ്മൾ രാഗിപ്പൊടിയുടെ നിറം. നമ്മുടെ സാധാരണ രാഗിപ്പൊടി കണ്ട നല്ല തൂവെള്ള അല്ല, ചറിഞ്ഞ തൂവെള്ള എന്ന് പറയാൻ പോയി. ഒരു ചാരമ്പൂണ്ട കളർ. നമുക്കപ്പോ വേഗം കുഴച്ചേക്കാം. പാനിയാക്കി അത് റെഡിയാക്കി എടുത്തിട്ടൊക്കെ കൂട്ടുകാരെ കാണിക്കാം അല്ലേ, അല്ലെങ്കിൽ ഒത്തിരി വീഡിയോ നീണ്ടുപോകും. തേങ്ങാക്കൊത്തി ഇട്ടിട്ടുണ്ട്, ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്, മുന്തിരി ഇട്ടിട്ടുണ്ട്, നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എല്ലാം ഇട്ടാ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, എന്നെ വിളിക്കാൻ മേല. ഞാൻ അപ്പൊ ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അരിച്ചിട്ടില്ലേ? ഞാനടുത്തപ്പ അരിച്ച കൂടി വെച്ചത്. ശർക്കര പാനിയൊക്കെ വെച്ച് അരിച്ചു നമുക്ക് തവി ഇട്ടൊന്ന് ഇളക്കി നോക്കാം, മതിയോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പൊ അങ്ങനെ വാഴയിലൊക്കെ കഴുകിയത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എളുപ്പമാണല്ലേ പരിപാടി. പാനി ചൂടാണെങ്കിൽ കൈയിട്ട് ഇളക്കരുത് കേട്ടാ, കയ്യെ കീല് പോലെ പിടിക്കും. പിന്നെ ആ കുഞ്ഞിക്കൈയുടെ ഭംഗിയൊക്കെ പോകും. ആണ് ചിരിക്കാനാണോ പറഞ്ഞത്? അത് ഏലക്കായൊക്കെ ഇട്ടിട്ടില്ലേ ശരണ്യ? ഏലക്കായ ഇട്ടാലേ അതിന് നല്ല സ്മെല്ല് കിട്ടും. ഞാൻ കുഴച്ചു തന്നെ, ഞാൻ കുഴച്ചു തരാം. ഞാൻ കുഴച്ചു തരാം. ഞാൻ കുഴച്ചോളാം എന്നാ പറഞ്ഞു. അങ്ങനെ അതെ ശരണ്യ അങ്ങോട്ട് കുഴച്ചൊക്കെ റെഡിയാക്കി എടുത്തല്ലേ. ലാസ്റ്റ് സ്പൂണൊക്കെ മാറ്റി വെച്ച് കൈ കൊണ്ട് കുഴക്കാൻ തുടങ്ങിയല്ലേ. ഓ ആ പാത്രവും പൊട്ടിപ്പോവും, അത്രക്ക് കുഴയായി പോയല്ലേ. അപ്പൊ നമുക്ക് ഇത് കുഴച്ചെടുത്ത് ഇനി നമുക്ക് മൂലാട ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ. നമ്മളവിടെ കുമ്പളപ്പത്തിന് പറയും. കുമ്പളപ്പത്തിന് നമ്മുടെ കുമ്പളപ്പത്തിന് ഭക്ഷണയില ഉണ്ട്. ഇവിടെ ഭക്ഷണം അതില്ല. അതുകൊണ്ട് നമ്മളിത് നമ്മുടെ വാഴയില വെച്ചത് നമ്മൾ സാധാ കുമ്പളപ്പം ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് വെച്ച്. അത് വിതർന്നു പോകരുത്. നമ്മുടെ ഈ ശർക്കര പാനിയുടെ പാത്രം മാറ്റിയേക്കട്ടെ. അതങ്ങോട്ട് മാറ്റി വെച്ച് എറിഞ്ഞു പിടിപ്പിക്കണം. എണ്ണ എടുത്തിട്ട് ഇത് കയറ്റി വെച്ചതിൽ കയറ്റി വെച്ച് നമ്മളൊന്ന് ഒന്ന് ഇതാക്കി വേണം. കാരണം എല്ലാ വശത്തും ചെന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇതാണ് നമ്മുടെ കുമ്പളാട, ഇവരുടെ മൂലാട എന്ന് പറയും. മൂലാട. അത് ശരണ്യ നമ്മളെ അമ്മയും കൂടി എത്തി. ഞാനും കൂടെ വെക്കട്ടെ.
ആ പാത്രം എടുത്തോണ്ട് വന്ന് അങ്ങോട്ട് വെള്ളവും കൂടി അങ്ങോട്ട് അല്ല നമ്മള് മൂലാല മൊത്തം ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇല വെച്ച് വെച്ചാ മതിയാ. വെച്ചാൽ ആഹാ, പറ്റുന്ന പരിപാടിയാണ് എപ്പം ചെയ്യും. എളുപ്പം പരിപാടി നടക്കും അല്ലേ? ആണ്. ആ അതെ, അമ്മയും കൂടി വന്ന് അമ്മക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അമ്മക്ക് തിന്നാനും ഇഷ്ടമാണ് അല്ലേ? അതെനിക്ക് തിന്നാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അമ്മേ, എന്തോ ഈ അട ഇണക്കുമ്പോൾ അമ്മക്കൊരു പഴയ ഒരു കാര്യം ഓർമ്മ വന്നുണ്ടോ? അമ്മ പഴയ ഒരു കാര്യം ഓർമ്മ വന്നുണ്ടോ? പണ്ട് എൻ്റെ കൊച്ചിലെ ഉണ്ടല്ലോ ശരണ്യം കൂടി കേൾക്കാനാ. പണ്ട് എൻ്റെ കൊച്ചിലെ ഞങ്ങൾ സ്കൂളിൽ പോയച്ചൊക്കെ വരുമല്ല, ആ, വരും. അന്നേരം അമ്മയുടെ തൊഴിൽ എന്നാണെന്നറിയാവോ? കയറ് പിരുത്തം. കയറ് വൃത്ത ഇഴവലിയെന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ. കയറ് പിരുത്തം ഇത് പിരിക്കുന്നത് എവിടെയാണ്? നേരെ കിഴക്കേ വീട്ടിൽ. അപ്പോൾ ആ കിഴക്കേ വീട്ടിൽ ഇത് വലിച്ചോണ്ടിരിക്കുമ്പോൾ, ഇഴ വലിച്ചോണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരമ്മക്ക് അടയും കാപ്പിയും തരും. അടയും കാപ്പിയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും തരും ഇടയ്ക്ക് അടയും തരും. കാപ്പി. അപ്പം എന്ത് പറ്റും? അമ്മക്ക് തന്നെയല്ല, ഞങ്ങളും സ്കൂൾ വിട്ട് വരും, ഞങ്ങൾക്കും കൂടി ഈ അടയും കാപ്പിയും നമ്മുടെ പെണ്ണാച്ചിയമ്മ എന്ന് പറയാം അച്ഛമ്മ ഉണ്ടാക്കി തരും. കണക്കി തരും. കൂട്ടുകാരെ, അങ്ങനെ ദേ ശരണ്യ പാത്രത്തിലേക്ക് ആ അട മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? ആണ്. നമ്മള് കുറച്ചട ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ആ, അപ്പൊ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ അല്ലേ? ഇത് എന്ത് കഴിഞ്ഞിട്ടാണ് വെന്ത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണിക്കാം. ശരണ്യ, എന്തോ ഞങ്ങൾ എല്ലാരും വന്ന് അട നമുക്ക് തുറന്ന് നോക്കാം. ആ കണ്ട എന്തോ കണ്ട, അച്ഛനും വന്ന് കൈ പൊള്ളിക്കല്ലേ. അങ്ങനെ നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട് അല്ലേ? നമ്മളവിടെ വന്നിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. ആ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു നോക്കാം. നമുക്ക് എവിടെ എന്തായാലും ഇന്ന് കഴിച്ചാൽ മതിയല്ലോ. അതെ, ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. അല്ല, ഇത് അടിപൊളിയായല്ലോ ശരണ്യ. നല്ല മണം അടിക്കുന്നുണ്ട്. കൊള്ളാലോ, കൊള്ളാലോ. അതെ, സൂപ്പർ, കൊള്ളാലോ. അടിപൊളി അടയാണ്. കാണിച്ചേ, കാണിച്ചു കൊടുത്ത സൂപ്പർ അടയാണല്ലേ? കളറല്ല. ആഹാ, ശരിയാണ്, ഞാൻ ശരിയാ. എടുത്ത് നിന്ന് നോക്കി, എന്നെ നിന്ന് നോക്കി, അത് എന്നെ നിന്ന് നോക്കി. ഇത് പണി. നല്ല കറക്റ്റാണ്. ആ ഇന്ന് അമ്മ ഇത് നോക്കട്ടെ. അപ്പൊ എല്ലാരും പോലും നമുക്കൊന്ന് ചീന് കഴിക്കാം. കഴിക്കാം. അച്ഛനും കഴിച്ചു നോക്കുന്നില്ലല്ലേ? ഇച്ചിരി കണ്ടിക്കും. നല്ലതാണ്, നല്ല സൂപ്പറാണ്. ആണോ? നല്ലതാണ്. നല്ലതാണ്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഞങ്ങളുടെ വീഡിയോ ഇത്ര വേള നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അതെ, അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അതുപോലെ ഹൈപ്പ് ചെയ്യാനും. ആരും മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ബൈ.